പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ മക്കളെ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, അവിടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവേ, അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അരുളിച്ചെയ്ത കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിലും ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പുഴ പോലെ വൈദാഖരം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ അങ്ങനെ ആർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഈ സമയത്ത് അവരെ വലത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും കർത്താവ് പ്രത്യേകിച്ച് യാത്രക്ക് ഇറങ്ങുന്നവരെ
അവരുടെ വരത്തുവിടത്തും വീട്ടിനും വഴിയിലും ജലത്തിനും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. എൻ്റെ ഈശോയെ, ഇന്നത്തെ വഴികളിലൂടെ അവർ സഞ്ചരിക്കുന്ന വഴികളിലൂടെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്നതായാലും ശരി, മറ്റു വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായാലും ശരി, കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ നയിക്കട്ടെ. അപകടങ്ങളില്ലാതെ കർത്താവ് സമയത്തിന് മുമ്പേ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം തീർത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കണയാൻ ആവശ്യമായ കൃപ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഐ കമാൻഡ് യു ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ്. പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടാകത്തില്ല. ആർക്കത് പ്രോബ്ലമായിട്ട് തോന്നത്തില്ല. അപ്പം ചിലർക്ക് ഡോർമെൻ്റ് പ്രോബ്ലക്കാരുണ്ടാവും. നിശബ്ദമായിട്ട് പ്രോബ്ലം ഉണ്ട്, പക്ഷേ പുറത്ത് കാണുന്നില്ല. പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈശോക്ക് ഒന്ന് രണ്ട് പേരെ കണ്ടപ്പോൾ ഈശോക്ക് മനസ്സിലായി, നാഗവല്ലി അകത്തുണ്ട്, ഒരു കാലത്തും പുറത്ത്, രാത്രി പോലും ഇത് പുറത്ത് വരത്തില്ല. നാഗവല്ലി അകത്തുണ്ട്, പക്ഷേ ഗംഗ വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു, ഇത് പുറത്ത് വരത്തില്ല. അപ്പോൾ ഈശോ എന്ത് ചെയ്ത് പുറത്ത് വരാൻ പറ്റിയ 2 സിറ്റുവേഷൻസ് ഉണ്ടാക്കി. ആരെയാണ്? ഈശോ ഒരാൾ ടേക്കപ്പ് ചെയ്ത അവസരങ്ങൾ കൊടുക്കണ കാണാൻ. ഈശോ പറഞ്ഞു, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, സമറിയ വഴിയാണ് പോണത്. അതുകൊണ്ട് ജോണും യാക്കോബും യോഹന്നാനും കൂടി പോയി സമറിയയിൽ പോയി നമുക്ക് രാത്രി താമസിക്കാൻ ഇടം ഉണ്ടാക്കാൻ പറയും. അപ്പോൾ വളരെ ശാന്തമായിട്ട് നാഗവല്ലിൻ്റെ അകത്ത് ഉള്ളിലിരിക്കുകയാണ്, പുറത്ത് കാണുന്നില്ല. അപ്പോസ്തലന്മാർ പിശാച് ബാധിതരാണെന്ന് ഞാൻ പറയുകയല്ല. എൻ്റെ പേര് എൻ്റെ അടുത്ത് കുതിര കയറാൻ വരരുത് നിങ്ങൾ. ഞാൻ പറയുന്നത് സുവിശേഷം നിരക്കാത്ത ഒരു സ്പിരിറ്റ് എക്സോർ വഴി ആരിലുണ്ടായാലും ഈശോ അത് അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. അത് ഇൻക്ലൂഡിങ് മൈ സെൽഫ്. ഞാൻ അനുഭവിച്ച ദൈവത്തെ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് അനുഭവം ഉണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങൾ കൃപാസനത്തിൽ വരികയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിൽ പരിശുദ്ധയുടെ മാധ്യസ്ഥം തേടുകയും ചെയ്യുന്നത്. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ഇവർ 2 പേരെ വിളിച്ച് യാക്കോബ് അങ്ങോട്ട് വിടുകയാണ്, സമറിയയിലേക്ക് വിടുകയാണ്. അവിടെ ചെന്നിട്ട് അവരുടെ വിശേഷം എന്താണ്? ലൂക്ക 9:53-54. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. എന്താണ് എന്ന് പറഞ്ഞേ? അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് ദൗത്യം നിറവേറ്റാൻ വേണ്ടി പോകുന്നവരെ യേശുവിൻ്റെ അരൂപിയില്ലാത്ത ആൾക്കാർ സ്വീകരിക്കത്തില്ല. പക്ഷേ അവർ സ്വീകരിച്ചേക്കാത്തല്ല സുവിശേഷത്തിൻ്റെ പ്രശ്നം. കൂടെ നിൽക്കുന്ന അണ്ണന്മാർ സ്വീകരിക്കണില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടത്തിന് ഈ അണ്ണന്മാർ 2 പേരെ എടുത്തിട്ട് വിടുകയാണ്. വിട്ടിരിക്കുക എന്താണ്? എന്നിട്ട് കർത്താവ് അവരുമായിട്ട് ഇവർ ഭയങ്കര ബോൾത്തായാകും. ഇവരുടെ വലിയ പുറത്ത് ചാടി അവിടെ ചെല്ലുമ്പോൾ. എന്നിട്ട് അവർ അതുപോലെ തന്നെ പെസര് പിടിച്ച് സമരക്കാരുമായിട്ടും ഗുസ്തിയായി പെസര് പിടിച്ച് തിരിച്ചു വരുമ്പോൾ അവരെന്താ പറയണമെന്ന് നോക്കിയേ. ഈ അപ്പോസ്തലന്മാരെന്താ പറയണമെന്ന് നോക്കിയേ, വായിച്ചേ. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു കർത്താവേ സ്വർഗത്തിൽ നിന്ന് നാഗവലി പുറത്തുണ്ടാ സ്വർഗത്ത് നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന്. പണിപാളി. എന്താണ്? ഇവർ സമറിയക്കാർ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഈ അണ്ണന്മാർക്ക് പറയാനെങ്ങനെ അധികാരം കൊടുത്തെങ്കിൽ സമറിയ അത് ദഹിപ്പിച്ചു കളഞ്ഞെന്ന് ഇവര്. അതാണ് സംഭവം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ വേറൊരു വ്യക്തി ജീവിക്കുകയാണ്. ഈ വ്യക്തിയുടെ പേരെന്താണ്? യോഹന്നാനല്ല, അയാളുടെ പേര് വേറെയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് അയാളുടെ പേര് എന്താണ്? അയാൾ ഒരു കള്ളനാണ്. എന്താണ്? എന്താ വെച്ചാൽ യോഹന്നാൻ 10:10 എടുത്തേ. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അതാണ് കള്ളൻ വരുന്നത്. ഇപ്പം ഇവർ തീയും ഗന്ധകവും ഇറക്കി
സമറിയ നശിപ്പിക്കട്ടെ എന്നല്ലേ പറയണത്. ഇപ്പം നശിപ്പിക്കണ അരൂപി ഏതാണ്? കൊല്ലാനും നശിപ്പിക്കാനുമാണ്. കള്ളൻ വരുന്നത് പൈശാചിക അരൂപിയ. അതാ പത്തേ പറയണത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശോ പറയണത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, അതാണ് പ്രശ്നം. എന്ത് അരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല. അത് വെച്ചാൽ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്ത് തരണം. നിങ്ങൾ എത്ര അപ്പോസ്തലന്മാരായാലും ശരി, ദെർ മസ്റ്റ് ബി എ ഗൈഡ് എന്നുള്ള ഒരു ഐഡിയയാണ് ഈശോ സുവിശേഷത്തിലൂടെ വെക്കുന്നത്.